ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവരത്തിൽ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. എൻ്റെ സ്ഥാനം ഇവിടെ കേട്ടോ, ഇതിക്ക് ഇൻട്രോ കൊടുക്കുന്ന സ്ഥാനം. നമുക്ക് മുറ്റത്തൊന്നും ഇറങ്ങിപ്പോയി പറയാൻ പറ്റത്തില്ലല്ലോ, അല്ലാതെ നിന്നിവിടെ ചെയ്യുകയാണെങ്കിൽ ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്. പിന്നെ കിച്ചണി പകലാണെങ്കിൽ നല്ലതായിട്ട്, ഇപ്പോൾ രാത്രിയിലാണെങ്കിൽ ഇരുട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. കമൻസ് ഇടുന്നവർക്കെല്ലാം ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ചിലരാണെങ്കിൽ ബ്ലസ്സഡ് മോളാന്നേലും അവർക്ക് USA ജോലി കാരണം വീഡിയോ കാണാൻ പറ്റിയില്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് കാണും. അതവർക്ക് കേൾക്കുന്ന ഒരു രസമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഈ വായുടെ അകത്തെ കടിച്ച്, അപ്പോൾ ഇവിടുത്തെ അകത്തെ സ്കിന്നിന് എന്തോ പ്രോബ്ലം, നല്ല വേദനയുണ്ട്. അപ്പം നമ്മുടെ ഗീതേച്ചി കുറേ നാൾ കൊണ്ട്, ഗീതേച്ചിക്ക് വയ്യായിരുന്നു. ഞാൻ ഒരു ദിവസം ഫോൺ ചെയ്ത് തന്നെ സംസാരിക്കാൻ പോലും പാവത്തിന് വയ്യായിരുന്നു. മോനാ മെസ്സേജ് ഇട്ടത് ഹോസ്പിറ്റലാണെന്ന് പറയുന്നത്. നമുക്ക് സ്ഥിരമില്ല കമൻ്റ് ഇടുന്നവരെ കാണാൻ. ജിൽസി അതുപോലെ, ജിൽസി സ്ഥിരം കമൻ്റ് ഇടുന്നതായിരുന്നു. 3-4 കമൻ്റൊക്കെ ഇടും. അതിനും ചൂട് വയ്യാന്നൊക്കെ കോൾഡൊക്കെയാണെന്ന് പറഞ്ഞതൊന്നും ഇട്ടായിരുന്നു മെസ്സേജ്. അതിനെയും കാണുന്നില്ല. അങ്ങനെ ചിലരുണ്ട്, അവരെയൊക്കെ കാണുന്നില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് പറഞ്ഞാൽ ഗീതേച്ചി ഇന്ന് വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഗീതേച്ചിക്ക് ഞാൻ ഇന്ന് ഒരു വോയിസ് മെസ്സേജ് ഇട്ടു, പക്ഷേ അത് കണ്ടിട്ടില്ല ഗീതേച്ചി. എന്തുവാന്ന് എനിക്ക് അബദ്ധം പറ്റിയത്. ഇനിയിപ്പം ഗീതേച്ചിയുടെ ഏത് നമ്പറാണെന്നുള്ളത് ഞാൻ പറഞ്ഞു, എൻ്റെ മൊബൈലിന് പ്രോബ്ലമായി, ആ സിമ്മൂടെ ഇതിൻ്റെ അകത്താണ് ഇട്ടേക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ വാട്സപ്പ് നോക്കണമെങ്കിൽ എനിക്ക് ഈ നമ്മളിത് സ്വിച്ച് അക്കൗണ്ട് പ്രസ് ചെയ്യുമ്പോഴേ, ഇപ്പോൾ എയർടെല്ലിൻ്റെയും എൻ്റെ മറ്റേതിൻ്റെയും സെപ്പറേറ്റ് നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ, ഒരുമിച്ച് വരത്തില്ല. അപ്പോൾ ഏത് നമ്പറിൽ നിന്നാണ്, അപ്പോൾ എൻ്റെ യൂട്യൂബിലുള്ളവരുടെ ഇതിൻ്റെ അത് സിം ഇട്ടെങ്കിലും പേര് സഹിതമായിരുന്നു ഞാൻ മറ്റേ ആ കേടായ മൊബൈലിനകത്ത് അത് ശരിയാക്കിക്കൊണ്ട് വന്നു. പക്ഷേ എൻ്റെ ഇതിൻ്റെ അകത്ത് ആ സിം ഇട്ടുണ്ടേ ആരുടെ പേര് വരുന്നില്ല, ചിലരുടെ പേരുകളേ ഉള്ളു. ചിലരുടെ പേരുകളേ ഉള്ളു, ബാക്കി നമ്പറായിട്ടാണ് വരുന്നത്. അതുകൊണ്ടൊരു ബുദ്ധിമുട്ട്. അപ്പം ചേച്ചി കണ്ടിട്ടില്ല മെസ്സേജ്. പിന്നെന്താ, എന്തോ വേറെ പറയണമെന്ന്. നമ്മുടെ മുംബൈ അച്ചായൻ ദീപ, പ്രീസമോനെ ഇഷ്ടമുള്ള കുറേ പേരുണ്ട്. നമ്മുടെ മായക്കുട്ടി, മായ സത്യനുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട് അവന് ഇഷ്ടമുള്ള. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇന്നലെ പറയാം, ചക്കര എനിക്കങ്ങ് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നുന്നത്. ഞാൻ അവനോട് പറഞ്ഞപ്പോഴത്തേനും അവനൊരു നാണം, ഭയങ്കര നാണം. പിള്ളേർക്കൊക്കെ അതൊക്കെ ഒരു സന്തോഷമല്ലേ അങ്ങനെയൊക്കെ പറയുന്നത്. നമ്മളെയൊക്കെ അങ്ങനെ ആരെങ്കിലും നമ്മുടെയൊക്കെ കുഞ്ഞിലെ അങ്ങനെ ആരെങ്കിലും പറയണം, നമുക്ക് അതൊന്നും കേൾക്കാൻ പോലും സമയം. നമുക്ക് ജോലി, സ്കൂള്, പഠിത്തം അങ്ങനെയൊക്കെയുള്ള ഇതല്ലായിരുന്നു. നമ്മുടെ ബുദ്ധിമുട്ട് ഇപ്പം നമ്മുടെ മക്കൾക്കില്ലേ. എല്ലാ അമ്മമാരും പേരൻസ് ചിന്തിക്കുന്നതും നമ്മളുടെ കാലം പോലെ നമ്മുടെ കുഞ്ഞുങ്ങളാവില്ല. അവർക്ക് എത്രയും നല്ലത് നമ്മൾ കൊടുക്കാമോ അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം ഞാനിവിടെ കുത്തിയിരുന്ന് ബിടുബിട് പറയുന്ന ആരും പറയല്ലേ, ഉള്ള കാര്യം പറയണ്ടേ. കുറച്ചൊക്കെ ഇന്നലത്തെ ബീഫ് കറി എല്ലാവരും ചെയ്ത് നോക്കണം, നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പൊറോട്ടയ്ക്ക് നല്ലതായിരുന്നു. ഈ കൊച്ചനിങ്ങനെ പുറകെ നടക്കുന്നത് കൊണ്ട് നമ്മളാ നല്ലതല്ലേലും ആ പൊറോട്ട വാങ്ങിച്ചു കൊടുത്തവർക്ക്. അവരുടെ ആഗ്രഹം നമ്മളല്ലാതെ പിന്നെ ആരും. ഇപ്പം വണ്ണമാ അതാന്നും പറഞ്ഞ് അതുങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളല്ലാതെ പിന്നെ ആരെങ്കിലും കൊടുക്കുമോ അതുങ്ങൾക്ക്? പിന്നെന്തുവാ, ഞാൻ ഇന്നലത്തേനൊന്നും കമൻറ്റുകളൊക്കെ വായിച്ചു, റിപ്ലൈ കൊടുത്തില്ല. ഈ മൊബൈലിൻ്റെ പ്രശ്നം അല്ലാതെ ഇത്തിരി എനിക്ക് പ്രശ്നമുണ്ട്. മീൻസ് അല്ലാതെ ഇതൊന്നുമല്ല, ഇത്തിരി തിരക്കായിപ്പോയി. അപ്പം അതിലൊരു കമൻറ്റ് എനിക്ക് ആദ്യം അതും വായിച്ചിട്ട് മനസ്സിലായില്ല. അഖിലിൻ്റെ, ചേച്ചി വാഴപ്പിണ്ടി കുടിച്ചൊന്നും ചേച്ചി ആ കല്ല് കളയണ്ട, ചേച്ചിക്ക് തുണി അലക്കാൻ ഉപയോഗിക്കാമെന്ന് അവൻ്റെ ഒരു കമൻറ്റ്. പിന്നെന്തുവാ, പിന്നെ നമ്മുടെ അതാ പേരും ഡാർജിലിംഗ് എന്ന് പറഞ്ഞൊരു ഐഡിയ എന്നാണ് വരുന്നത്. ബിജി പുതിയൊരു ഫോൺ വാങ്ങിക്കുക, എൻ്റെ ഒപ്പീനിയൻ അതാ. പുതിയത് വാങ്ങിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ശരിയാക്കുകയാണെങ്കിൽ ഒരു 10,000-1500 രൂപയിൽ ഒതുങ്ങും പുതിയത് വാങ്ങിക്കാനുള്ള. ഞാൻ പറഞ്ഞില്ലേ, റീചാർജ് അങ്ങ് പ്രോബ്ലം ആയിപ്പോൾ. ഇതെന്തോ കഷ്ടമായിരുന്നു എന്നുള്ള. എല്ലാം കൂടെ ഒരുമിച്ചാണ്
പുതിയതിപ്പോൾ വാങ്ങിക്കാനൊരു കപ്പാസിറ്റി ഇല്ല, അതുകൊണ്ടാണ് പുതിയത് വാങ്ങിക്കാൻ. ഞാൻ ഉള്ളതൊക്കെ പറയുന്നതിന് കുഴപ്പമില്ലല്ലേ. ഞാനും ചിന്തിച്ചു, പിന്നെ കുറഞ്ഞൊരു വിലയുടെ അന്നേരം വാട്സപ്പൊക്കെ ഉള്ളൊരു മൊബൈൽ വാങ്ങിക്കണ്ടേ, നമുക്ക് വാട്സപ്പല്ലേ ഇപ്പം മെയിൻ. അതുകൊണ്ട് അപ്പോൾ ഇന്ന് ബെൻസി എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ട്, എടി ഞാനൊരു പാഴ്സൽ അയക്കുന്നുണ്ട്, രജിസ്റ്റേർഡ് ആയിട്ടാണ്, കൊറിയർ വഴിയല്ല, പോസ്റ്റ് ഓഫീസിലെ കൊണ്ടു തന്നില്ലെങ്കിൽ പോയി വാങ്ങിക്കണമെന്ന്. എന്തുവാന്നുള്ളത് നീ കണ്ടിട്ട് വരുമ്പം കണ്ടാൽ മതിയെന്ന്. അത് കേട്ടപ്പോൾ തൊട്ട് എനിക്കങ്ങ് എന്തോ ഞാൻ എന്നിട്ട് ചോദിച്ചടി എന്തോ അടി, അവൾ പറയത്തില്ല കേട്ടോ, അവൾ വരുമ്പോൾ നീ അറിഞ്ഞാൽ മതിയെന്ന്. എന്തോ സർപ്രൈസായിട്ട് കുറേ. അപ്പം ഞാനും സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിൻ്റെ അത് നോക്കിക്കോടെ 2 ദിവസം മുമ്പ് ഞാൻ ചിന്തിച്ച് അവളോട് പറഞ്ഞ് ഇച്ചിരി വെളിച്ചെണ്ണയും ഇത്തിരി കുറച്ച് സാധനം, ഇച്ചിരി ഉണക്കമീനും, അവളിൽ ഉണക്കമീൻ ഒരു ദിവസം വീഡിയോ കാണിച്ചോടെ എനിക്ക് നല്ല കൊതിയായി. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു, മനസ്സിൽ ചിന്തിച്ചു. പിന്നെ ഞാൻ ചിന്തിച്ചു കൊറിയർ 1 കിലോ അത്ര 180 രൂപയോ അങ്ങനെ കണ്ടാ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട്. അപ്പം ഞാൻ 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിച്ചാൽ കൊറിയറിന് തന്നെ ഇത്രയും കൊടുത്താൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കുന്നതല്ലേ നല്ലേ. പറഞ്ഞിട്ടില്ല, സർപ്രൈസാണ്. ഞാനായിരുന്നെങ്കിൽ പറഞ്ഞേനെ ചോദിച്ചോണ്ടേ, അവൾ കള്ളി പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞ് അന്നേരം നീ അറിഞ്ഞാൽ മതിയെന്ന്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയും ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാമേ. ഇപ്പോൾ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഓർത്തത്, പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്ന് അതാ ഈ വേറെ ഡ്രസ്സ് വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ അല്ല അതിന് മുമ്പിട്ടും ഞാൻ മീൻ വറക്കുമ്പോൾ പൊടിയാതിരിക്കാനെന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടില്ലേ. അപ്പോൾ ആ ടൈറ്റിൽ ഇട്ടത് മീൻ വരയ്ക്കുമ്പോൾ എന്നായിരുന്നു ഇട്ടത്. അത് ഉടനെ റീന ജേക്കബ് പറഞ്ഞ ചേച്ചി അതൊന്ന് ചേഞ്ച് ആക്കണേ, എഴുതി വെക്കുന്നത് തെറ്റാണ്. അതുപോലെ ഇന്നലത്തെ വീഡിയോയുടെ ടൈറ്റിലാണ് ഇന്നെടുത്തിട്ടത്. കാരണം ഈ മൊബൈലിൽ ഞാൻ പറഞ്ഞില്ലേ 2 സിം എടുത്തിട്ടേക്കുവാണ്. അപ്പോൾ ഞാൻ മൊബൈലിലോട്ട് സെൻഡ് ചെയ്തത് റീചാൻ ഇന്നലത്തെ തന്നെ എടുത്തിട്ട്, അതും റീന എന്ന് പറഞ്ഞത്. ഒത്തിരി താങ്ക്സ് കേട്ടോ മോളെ. പറയണമെന്ന് പറഞ്ഞാൽ ഇൻട്രോ ടൈമിൽ ഇരുന്നത്, പക്ഷേ അങ്ങ് മറന്നുപോയി. അപ്പം ഞാൻ ഇപ്പോഴാണ് ഓർത്തതേ, അതാ ഓടി വന്ന്. ഇനി ഇടയ്ക്കിടുമ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇച്ചിരി സമയം എനിക്കിനി വീണ്ടും, കാരണം നമ്മൾ വീഡിയോ എല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എക്സ്പോർട്ടിങ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വോയിസും വീഡിയോയും തമ്മിൽ ഇനിയും വ്യത്യാസം വരും. ഞാനിത് ആകെ ഇടുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇടുമ്പോഴേ അതിന് ഇത്തിരി കുറച്ച് നേരം എനിക്ക് മെനക്കേട് പരിപാടി. എന്നാലും ഇത് ഓർത്ത സമയത്ത് പറയാതിരുന്നാൽ ശരിയാവത്തില്ലല്ലേ, അതുകൊണ്ട് ഓടി വന്ന് പറഞ്ഞതാണ്. അല്ല റീന പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനും നോക്കും നമ്മൾ, പക്ഷേ ഞാൻ അന്നേരം നോക്കത്തില്ലായിരുന്നു. റീന നോക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് കമൻറ്റ് നോക്കത്തില്ലേ, അങ്ങനെ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ജോലികളെല്ലാം ചെയ്ത് തീർത്ത് സാവകാശം വന്ന് നോക്കുമായിരുന്നെങ്കിൽ അതങ്ങനെ തന്നെ അത്രയും നേരവും കിടന്നേനെയായിരുന്നു. അപ്പോൾ ഇത് 2 ദിവസത്തെ വീഡിയോയാണ്. ഇതിപ്പോൾ ഞായറാഴ്ച ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ സൺഡേ മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് വഴി അന്ന് ഒത്തിരി ഞാനങ്ങ് ടയേർഡായിപ്പോയി. കാരണം ഈ മീൻ കണ്ടാൽ നിങ്ങൾക്ക് തോന്നത്തില്ല ഇത് 16.5 കിലോ ഉണ്ടെന്ന്. പക്ഷെ 16 കിലോയുടെ മീനായിരുന്നു. ആ ആൾക്ക് എടുത്ത് പൊക്കാൻ വയ്യായിരുന്നു. 3 പേര് കൂടിയത് വെട്ടുന്നത്. പക്ഷേ ഞങ്ങൾ മലാടി പോയി മീൻ വാങ്ങിക്കുവാണെങ്കിൽ അവിടുത്തെ പെണ്ണുങ്ങൾ അവരിങ്ങനല്ല സ്കിൻ കളയുന്നത്. അവരത് നന്നായി ഇങ്ങനെ നടുകെ തലയെടുത്ത് വെട്ടി മാറ്റിയിട്ട് നടുകെ അവർ കീറിയിട്ട് പിന്നെ തൊലി കണ്ടിച്ചെടുക്കും. ഇവരിങ്ങനെ തൊലിയൊക്കെ നന്നായി കണ്ടിച്ചെടുത്തു, അധികം തലയും നന്നായി വെട്ടിയെടുത്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ ഈ പീസാക്കത്തില്ലേ, പീസാക്കുന്ന സമയത്ത് കുറേ മുള്ളിൻ്റെ അകത്തും അങ്ങനെ മാംസം കുറേ പോയി. അങ്ങനെ നമുക്ക് നഷ്ടമായി. നിങ്ങളാരും വിശ്വസിക്കത്തില്ല, നിങ്ങൾ എന്തിക്കും ഞാൻ കള്ളം പറയുവാന്ന്. 16.5 കിലോയിൽ എനിക്ക് അച്ചാറിടാൻ ഇതുപോലെ ഫ്രഷ് കിട്ടിയത് 6.5 കിലോയാണ്. പക്ഷേ ആ മലാടിൽ അവർ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് പകുതിയായാലും കിട്ടിയാനെയായിരുന്നു. ഇതിപ്പം ഇവരിങ്ങനെ ഇങ്ങനെ സ്കിന്നൊക്കെ നന്നായി എടുത്തു, ഒട്ടും കുഴപ്പമില്ലാതെ എടുത്തത്. പക്ഷേ അല്ലാതെ പീസാക്കിയുണ്ടേ ഇതൊരിതായിപ്പോയി. ഈ വാങ്ങിച്ചത് ഞങ്ങൾക്ക് മീൻ നഷ്ടവുമായിരുന്നു, വില കൂടുതലുമായിരുന്നു. കാരണം ഈ കേരമീൻ കാണാനേ ഇല്ല. ഈ പുള്ളിക്കാരൻ 3-4 ദിവസം കൊണ്ട് ഇല്ല പറഞ്ഞു. ഞങ്ങൾ ചിന്തിച്ചിനി കാണത്തില്ലെന്ന്. അങ്ങനെ ഞായറാഴ്ച അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. പിന്നെ അന്നേരം
നമ്മളും ചിന്തിച്ച് പുള്ളിക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് റേറ്റാന്ന് പറഞ്ഞ് വാങ്ങിക്കാതിരുന്നാലും പിന്നെയും നമുക്ക് ആവശ്യമുള്ളതല്ലേ അത്. പക്ഷേ ഇത്രയും വലിയ കിലോയുടെ ഏറ്റവും ചെറുത് ഇതായിരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അതിൻ്റെ കറുപ്പൊക്കെ മാറ്റി നല്ല ഫ്ലഷായിട്ട് ബാക്കിയുള്ളതെല്ലാം എടുത്ത്. അതാ നമുക്ക് നഷ്ടം. നമ്മൾ കൊടുക്കുമ്പം സത്യസന്ധതയോടുകൂടി ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത്. കാരണം എനിക്കതിൽ ഇടയ്ക്കൊക്കെ ഇച്ചിരി ബ്ലാക്കൊക്കെ ലിവർ ഇരുന്നാലും കുഴപ്പമില്ല. ചിലരൊക്കെ ഇട്ട് ഞാൻ ചില വീഡിയോകൾ ഈ അച്ചാറിൻ്റെ വീഡിയോ എനിക്കിപ്പോൾ ഈ ബിസിനസ് ആയതുകൊണ്ട് ഏതെങ്കിലും അച്ചാറിൻ്റെ വീഡിയോകൾ കാണുവാണെങ്കിൽ ഞാൻ പോയി നോക്കും. അപ്പോൾ അതിലവർ ചിലരാണെങ്കിൽ സ്കിൻ പോലും കളയാതെ അച്ചാറിടുന്നത്. സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ കള്ളമല്ല പറയുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് ഒരു ഇച്ചിരി കറുപ്പുണ്ടെങ്കിലും മാറ്റി എത്ര സമയം മെനക്കെട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്നറിയാമോ. അപ്പോൾ ഞാൻ നേരത്തെ വെജിറ്റബിൾ ഓയിൽ നമ്മുടെ ഫോർച്യൂൺ അല്ലെങ്കിൽ സൺഡേയിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അതനുസരിച്ച് ഞാൻ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് വാട്സപ്പിൽ ചോദിച്ചു, വിജി എത്ര രൂപ പുള്ളിക്കാർക്ക് ചാനലും ഉള്ളതാണ്, എത്ര രൂപയ്ക്കാണ് വിജി കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇത്ര രൂപയെന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞെ ഇത്രയും രൂപയ്ക്ക് കൊടുത്താൽ നിനക്ക് എവിടെ ലാഭം കിട്ടാനാ? കാരണം മീനൊക്കെ ഉള്ള സമയത്ത് തന്നെ പലരും 1400 1500 രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്ന്. അപ്പം ഞാൻ ഇച്ചിരി റേറ്റ് കൂട്ടിയിട്ടുണ്ട്. കാരണം നല്ലെണ്ണയിലാകുമ്പോൾ നമുക്ക് വെജിറ്റബിൾ ഓയിലിനേക്കായി വില കൂടുതലാണ്. പക്ഷേ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്, കുറേ നാളിരിക്കും നമുക്ക്. പക്ഷേ ഈ മീനിൻ്റെ അകത്ത് ഒരു മാസം കഴിക്കാനുള്ള തലയും അങ്ങനെയുള്ളതെല്ലാം ഞാൻ കൊണ്ടുവന്ന് പാട്ടാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അച്ചാറിന് ഇത്രേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ വില വെച്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് 6.5 കിലോ അച്ചാർ ഇട്ടാൽ നമുക്ക് എത്ര കിട്ടും? അതിൻ്റെ പകുതി കിട്ടുമായിരിക്കും. അന്നേരം നമുക്ക് ഭയങ്കര നഷ്ടം. ഇപ്രാവശ്യം ഭയങ്കര എല്ലാം നഷ്ടമായിപ്പോയി. അപ്പം വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ ഈ ബീഫ് ഉള്ളത് കൊണ്ട് ഇവർ പിന്നെ പൊറോട്ട വേണം എന്ന് പറഞ്ഞത്. ഞാൻ എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി, എടാ പൊറോട്ട കൊള്ളത്തില്ല, ഇങ്ങനെ ലെയർ പോലില്ല, വേണ്ട സാരമില്ലെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച്. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ഈ മീനെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് പീസാക്കി കഴുകി എല്ലാം എടുത്ത് അകത്ത് വെച്ച്. അപ്പോൾ വൈകുന്നേരമാണ് നമുക്ക് കഴിക്കാൻ പോലും മനസ്സ് തോന്നിയില്ല. പിന്നെയും ഞാൻ രണ്ടെടുത്ത് കഴിച്ച്. നമുക്കത് അത്ര അങ്ങോട്ട് പിടിക്കത്തില്ല. പിള്ളേർക്ക് കുഴപ്പമില്ല, അവർക്ക് ലെയർ ഇല്ലേലും ഒന്നും ഇല്ലേലും അവർക്ക് കുഴപ്പമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചു. നാളെ അപ്പം തന്നെ സമയം കുറേ ആയി. നമ്മൾ കാണുന്നത് പോലെയല്ല, അത് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. ഇത്രയൊക്കെ കഴുകി വാരി വെന്ന് എല്ലാം ഒതുക്കിയെടുക്കുന്നപ്പം 2-2.5 മണിക്കൂർ എടുത്തു. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഫ്രീസറിൽ വെക്കാൻ സ്ഥലമില്ലാതായി പോയെന്ന്, ഈ തലകളും അതും. അപ്പം എനിക്ക് വേണമെങ്കിൽ ആ മുള്ളിൽ നിന്ന് മാംസം എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ അത്രയും അങ്ങ് മെനക്കെട്ടില്ല. അപ്പം ഞാൻ പിറ്റേ ദിവസം എന്നാൽ ഒരു കൂട്ടം അതിൻ്റെ മുള്ള് ഉള്ളതെടുത്ത് കറി വെക്കാമെന്ന് വെച്ചാൽ. കാരണം ഫ്രീസറിൽ എനിക്ക് എല്ലാം കൂടെ വെക്കാനും സ്ഥലമില്ല. നേരത്തെ ഇത്തിരി മത്തി ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മത്തിയും വറക്കാൻ ആ റാവ്സ് ഉണ്ടല്ലോ, അതും 2 ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടാതെ ഇത്രയും വന്നത്. പിന്നെ പിറ്റേ ദിവസമായത്. പിന്നെ രാവിലത്തെ എല്ലാമൊക്കെ ഒന്ന് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി എനിക്ക് പിന്നെ അച്ചാറിടണം. മാരിനേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് പിന്നെ നമുക്കെടുത്ത് ഡയറക്റ്റ് അങ്ങ് വറുത്താൽ മതിയായിരുന്നു. അപ്പോൾ കുറേശ്ശെ എടുത്ത് ഞാൻ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറയില്ലേ നല്ലെണ്ണയ്ക്കകത്താണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണയാകുമ്പോൾ നമുക്ക് ഒരു ടേസ്റ്റിലും ഒരു വ്യത്യാസം വരും. അപ്പം ഞാൻ മീൻ വറക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫ്രീസറിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നിപ്പം എടുത്തിത് കറി വെക്കുന്നത്. ഒരു കൂട്ടം എടുത്താൽ അത്രയും സ്പേസ് കിട്ടുമെന്നും പറഞ്ഞ്. അപ്പോൾ ഞാൻ പിന്നെ കറി വെച്ചങ്ങ് വെക്കാമെന്ന് വെച്ച്. പക്ഷേ ഈ ചട്ടിക്കകത്ത് നിറച്ചുള്ളത് ഞാൻ പറഞ്ഞില്ല ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതൽ ഞാൻ പറഞ്ഞ് ഇങ്ങനെ കെട്ടി വെച്ചേക്കുക. ഞാനിപ്പോൾ ഈ ഇന്നലെ തൊട്ട് ഈ മീനൊക്കെ എടുത്ത് പരിപാലിക്കുന്നത് കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് കറി കഴിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. അതങ്ങനെ എനിക്ക് നേരത്തെ അങ്ങനെ അച്ചാർ ഇടുന്ന സമയത്ത് ഒരാഴ്ച എനിക്ക് പിന്നെ മീനോട് അങ്ങോട്ടൊരു മനസ്സ് വരത്തില്ല. ഇതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ ഉണ്ടായിരുന്നു. എത്രയും ചട്ടി കൊള്ളാമോ അത്രയും ഞാൻ ആ ഒരു ഇങ്ങനെ പാർട്ടാക്കിയാണ് ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുന്നത്, തലയും മുള്ളും അങ്ങനെയുള്ള. എന്നിട്ട് കുറച്ച് കറുപ്പ് ഒക്കെ ഉള്ളത് ഞാൻ അത് ഉപയോഗിക്കാനേ ഒത്തിരി അങ്ങ് ബെൻസി പറയും ചില മീൻ കഴുകിയ അതിൻ്റെ ബ്ലാക്ക് പോകുന്നു. പക്ഷേ ഇത് കഴുകിയിട്ടും പോയില്ല. അതുകൊണ്ട് ഞാനത് മാറ്റി വൈകിട്ട് തന്നെ ഞാനത് മോൻ്റെ കൊടുത്തിട്ട് താഴെ ഈ വേസ്റ്റ് ഡബ്ബ കാണുമല്ലേ, കാരണം ഫ്രീസറിൽ എനിക്ക് വെക്കാൻ സ്ഥലമില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ഈ മീനിൻ്റെയൊക്കെ വേസ്റ്റ് ഫ്രീസറിൽ വെച്ചിട്ട് രാവിലെ കച്ചവടക്കാരൻ വരുന്നുണ്ടേ
എടുത്തിടും. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ നോർമലായിട്ട് നമ്മൾ കച്ചട ഇടുന്ന അതിൻ്റെ അകത്ത് ഇടുവാണെങ്കിൽ രാവിലെ ആകുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. ഫ്രീസറിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലേ. അപ്പം ഞാൻ വൈകിട്ട് പറഞ്ഞ് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വൈകിട്ട് തന്നെ അവൻ്റെ കൊടുത്ത്, അത് തന്നെ ഒരു 1.5 കിലോ കാണും ഈ ബ്ലാക്ക് തന്നെ. അതെല്ലാം നമുക്ക് നഷ്ടമല്ലേ. അപ്പോൾ എന്നോട് ആ സബ്സ്ക്രൈബർ പറഞ്ഞ് കുഞ്ഞെ ഇനി വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ മുഴുവനേ ഉള്ളത് വാങ്ങിക്കാതെ പീസാക്കി വാങ്ങിയിരുന്നു. പക്ഷേ നാട്ടിൽ നേരത്തെ ബെൻസിയൊക്കെ ഫുള്ളായിട്ടായിരുന്നു വാങ്ങിക്കുന്നത്. കാരണം അന്നേരം കഴിക്കാവുന്നവർക്കൊക്കെ തലയൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ നാട്ടിലൊക്കെ എന്ന് പറയുന്നത് ചിലർ അയൽവക്കക്കാരൊക്കെ പറയും തല ഇങ്ങി തരണേന്ന്. ചിലപ്പം വെറുതെ അവർ കൊടുക്കും, ചിലപ്പം റേറ്റിന് വെറുതെ വേണ്ട പൈസയ്ക്കെന്നും പറഞ്ഞ് ചിലർ കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യും. നമുക്കതൊന്നും ഒക്കെ എത്രമാത്രം നമ്മൾ കഴിക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പീസാക്കി ഒന്നും ഇവിടെ കിട്ടുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇവരിങ്ങനെ ഈ പിടിക്കുന്നിടത്തുനിന്ന് കൊണ്ടുവരുന്നതല്ലേ. അന്നേരം ഇവിടെ ഉള്ളവരൊക്കെ ഈ കേര അങ്ങനെ കഴിക്കുന്നതായിട്ടും മീൻകാരൻ പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചു, ഇവിടെ നിങ്ങൾക്കിങ്ങനെ വലിയത് കൊണ്ടുവന്നിട്ട് പീസാക്കി ആൾക്കാർക്ക് കൊടുത്തുകൂടെയെന്ന്. അന്നേരം പറയും ഇതങ്ങനെ ആരും അങ്ങനെ വാങ്ങിക്കാറില്ലെന്ന്, അവർക്ക് അതിൻ്റെ ഗുണം അറിയത്തില്ലല്ലേ, നല്ല പീസ് മീനല്ലേ. അപ്പം ഞാൻ ചട്ടി കൊള്ളുന്നതിൻ്റെ അത്രയും ഓരോ നല്ല കെട്ടാണ് ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുന്നത്. കൊള്ളുന്നതിൻ്റെ അത്രയും ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കറി വെച്ചു. ഒരു 2-3 ദിവസം ഉണ്ടായിരുന്ന കറി. അത് പോൾമോനും ഡാഡി എത്രമാത്രം കഴിക്കും. ഡാഡിക്കും അങ്ങനെ ചില സമയത്ത് ഡാഡി കഴിക്കും, ചില സമയത്ത് കഴിക്കത്തില്ല. കൊച്ചവനും തോന്നുവാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇതൊന്ന് അടപ്പത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഞാൻ ഉലുവാപ്പൊടിയൊക്കെ ഇടാൻ മറന്നു പോയായിരുന്നു ആദ്യം. പിന്നെ ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് മീനൊക്കെ ഇപ്പം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മീനും വറുത്തെടുക്കുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് സെക്ഷൻ മീനെല്ലാം വറുത്ത് കോരി പിന്നെ മസാലയെല്ലാം ഇട്ട് ഇനി മിക്സാക്കി കുറച്ച് നേരം അത് തിളച്ചാൽ മതി. പിന്നെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പിന്നെ ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ ഇച്ചിരി ലിക്വിഡായിട്ടൊക്കെയാണ് എടുക്കുന്നത്. അപ്പം രാത്രി ആയണേ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതൊന്ന് മിക്സാക്കി ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെക്കാമെന്ന് വെച്ചാൽ അപ്പോഴത്തേന് എല്ലാം ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് വീഡിയോ എടുത്തു തരുന്നത് പ്രീസം മോനാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഇത്തിരി ഒരു കുഴപ്പമില്ല. എന്നാലും ഞാൻ സ്റ്റാൻഡേ വെച്ചല്ല എടുത്തത്, അവൻ സൈഡിൽ നിന്ന് കയ്യിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിപ്പോയി. അപ്പം കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോഴെങ്ങാണം വയ്യാഴി എങ്ങാണെങ്കിൽ ഒന്നും വെക്കാൻ വയ്യെങ്കിൽ ഈ അച്ചാറുണ്ടോ 1 സ്പൂൺ എടുത്താൽ മതി, നമുക്ക് 1 പ്ലേറ്റ് ചോറുണ്ണാം. ആദ്യമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് അച്ചാർ വാങ്ങിച്ചവർക്ക് അറിയാം അതും ഇതുമായിട്ട് വ്യത്യാസം കാണും. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ അതിൻ്റേതായ നമുക്ക് അത് ഒത്തിരി അങ്ങ് മൂത്ത് പോവും, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അതിൻ്റെ ടെക്നിക്കുകളെല്ലാം പഠിച്ച് ഇത്ര 2-3 വർഷം കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതനുസരിച്ച് മാറ്റമുണ്ട് അന്നത്തെ ഇപ്പോഴത്തെ ആയിട്ടുള്ള അച്ചാർ തമ്മി. അപ്പോൾ അച്ചാർ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ കമൻറ്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്, കമൻറ്റിലും നമ്പർ പിൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെയും കൊറിയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.